വെൽക്കം ടു വിന്നേഴ്സ് അക്കാദമി. നമ്മൾ ഇന്ന് എഞ്ചിൻ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഭാഗത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ AMBയുടെ ഒക്കെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു ടോപ്പിക്കാണ് എഞ്ചിൻ കൺസ്ട്രക്ഷൻ. അപ്പോൾ ആ ഭാഗത്ത് നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻസ് വരും. കാരണം PSC കറക്റ്റ് വെയിറ്റേജും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് തന്നെ സിലബസ് അനുസരിച്ച് തന്നെ ക്വസ്റ്റ്യൻസ് ഇടുന്നതുകൊണ്ട് തന്നെ എന്തായാലും ഈ പാർട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. അപ്പോൾ കുറച്ച് അധികം എഞ്ചിൻ പാർട്സും കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അതിൽ മുൻകാലങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു പാർട്ട് കവർ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഈ ഒരു ബാച്ചിലേക്കുള്ള അല്ലെങ്കിൽ AMBയുടെ കോച്ചിങ്ങിനായിട്ടുള്ള ഒരു ഇന്റൻസീവ് ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളോടൊപ്പം ചേർന്ന് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ ഫ്രീ ക്ലാസ്സുകൾ ഡെമോ ക്ലാസ്സുകൾക്കായിട്ട് വിന്നേഴ്സ് എഡ്യൂടെക് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ 2023 PSC ചോദിച്ച ആ ഒരു ചോദ്യം വെച്ചിട്ട് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. എന്താണത്? വിച്ച് ക്രോസ് സെക്ഷൻ ഡു കംപ്രഷൻ റിംഗ്സ് ഹാവ്? കംപ്രഷൻ റിംഗുകളുടെ ക്രോസ് സെക്ഷൻ എന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ പറയാണ് ട്രയാങ്കുലർ ക്രോസ് സെക്ഷൻ, ദെൻ റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ, സർക്കുലർ ക്രോസ് സെക്ഷൻ, സ്ക്വയർ ക്രോസ് സെക്ഷൻ. അതായത് എന്താണ് ഈ ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു പെൻ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം അല്ലെ, ഈ പെൻ ഒരു റൗണ്ട് ഷേപ്പാണ്. ഇയാളെ ഞാനിങ്ങനെ മുറിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നിന്ന് നോക്കുമ്പോൾ എന്ത് കാണും? ഒരു സർക്കിൾ ആയിട്ട് കാണും അല്ലെ. അപ്പൊ ഞാൻ എന്ത് പറയും? ഈ പെൻ നമ്മൾ ഇങ്ങനെ മുറിച്ചു കഴിഞ്ഞിട്ട് അയാൾ നോക്കി കഴിയുമ്പോൾ കാണുന്ന ക്രോസ് സെക്ഷൻ സർക്കുലർ ആണെന്ന് പറയും. അതുപോലെ ഒരു കംപ്രഷൻ റിംഗിന്റെ ക്രോസ് സെക്ഷൻ എന്താണെന്നാണ് ചോദ്യം. അപ്പൊ നമ്മുടെയൊക്കെ മൈൻഡിലേക്ക് വരുന്നത് കംപ്രഷൻ റിംഗ് എന്താണ്? അയാൾ ഒരു സർക്കുലർ ഷേപ്പുള്ള ആളാണ് അല്ലെ. റിംഗ് എന്ന് പറയുമ്പോൾ തന്നെ സർക്കുലർ ഷേപ്പാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഓപ്ഷൻ സി സർക്കുലർ ക്രോസ് സെക്ഷനിലേക്ക് ചിലപ്പോൾ പലരും പോയേക്കും. പക്ഷെ ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അയാളെ മുറിച്ചു നോക്കണം. നമ്മൾ ഈ പെൻ മുറിച്ചെന്ന് പറഞ്ഞ പോലെ നമ്മൾ എന്ത് ചെയ്യണം? അയാളെ മുറിച്ചു നോക്കണം. അങ്ങനെ മുറിച്ചു നോക്കുമ്പോൾ നിങ്ങൾ കാണുന്ന ഒരു ഷേപ്പ്, ഇപ്പൊ ആ ഒരു കംപ്രഷൻ റിംഗിന്റെ ഒരു പാർട്ട് അല്ലെങ്കിൽ ഒരു ഭാഗം ഞാൻ ഇങ്ങനെ ഒടിച്ചെടുത്തേക്കാണെന്ന് വിചാരിക്കുക. അയാൾ ഇങ്ങനെ വെച്ചേക്കുക. അയാൾ മുറിച്ച് നോക്കി കഴിയുമ്പോൾ നമുക്ക് കാണുന്നത് എന്താണ്? ഇതുപോലെ ഒരു റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ആണ് നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റുക. അപ്പൊ ഒരു കംപ്രഷൻ റിംഗിന്റെ ക്രോസ് സെക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? അത് സർക്കുലർ അല്ല. അതാരാണ്? അത് റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ആണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ വരിക. അപ്പൊ എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ശ്രദ്ധിച്ച് തന്നെ ആൻസർ ചെയ്ത് പോകണം. നെക്സ്റ്റ് നോക്കിയേ, വീണ്ടും AMBയിൽ തന്നെ 2023 തന്നെ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ടെക്നോളജി ചേഞ്ചസ് ദ ടൈമിംഗ് ഓഫ് ഇൻടേക്ക് ഓർ എക്സ്ഹോസ്റ്റ് വാൽവ് വെൻ ദ എഞ്ചിൻ ഈസ് റണ്ണിങ്? ഒരു എഞ്ചിൻ റൺ ചെയ്യുന്ന സമയത്ത് ആ എഞ്ചിന്റെ സ്പീഡ് അല്ലെങ്കിൽ RPM ഒക്കെ അനുസരിച്ചിട്ട് ആ ഇൻലെറ്റ് വാൽവ് എക്സോസ്റ്റ് വാൽവ് ഒക്കെ ഓപ്പൺ ആവുന്നതിന് നമ്മൾ കുറച്ച് നേരത്തെ ആക്കേണ്ടി വരും, കുറച്ച് വൈകി ആക്കേണ്ടി വരും. അങ്ങനെ ടൈമിംഗ് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? DOHC, CRDI, VVT, TDI. എന്താണ് ഇതൊക്കെ ഉദ്ദേശിക്കുന്നത്? DOHC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ ഓവർഹെഡ് ക്യാം ഷാഫ്റ്റ് എന്നൊക്കെ നമ്മൾ ഉദ്ദേശിക്കുക. ഡബിൾ ഓവർഹെഡ് ക്യാം ഷാഫ്റ്റ്. അത് ഓരോ എഞ്ചിൻ കൺസ്ട്രക്ഷനിലെ ക്യാമിന്റെ ഒക്കെ പൊസിഷൻ, ക്യാം ഷാഫ്റ്റിന്റെ ഒക്കെ പൊസിഷൻ വെച്ചിട്ട് പറയുന്ന ഒരാളാണെന്ത്? ഈ ഡബിൾ ഓവർഹെഡ് ക്യാം ഷാഫ്റ്റ് എന്നൊക്കെ പറയാം. ഇനി CRDA നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്നതാണ്, കോമൺ റെയിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ അല്ലെ, ഒരു ഫ്യൂവൽ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട ആളാണ്. ഇനി VVT, വേരിയബിൾ വാൽവ് ടൈമിംഗ് അല്ലെ. അപ്പൊ നമ്മുടെ ചോദ്യവുമായിട്ട് ബന്ധം ഇയാൾക്കുണ്ട് അല്ലെ, പേരിൽ തന്നെ ഉണ്ട്, വേരിയബിൾ വാൽവ് ടൈമിംഗ്. വാൽവ് ടൈമിങ്ങിനെ എഞ്ചിന്റെ സ്പീഡ് അനുസരിച്ചിട്ട് വേരി ചെയ്യിക്കുക. അപ്പൊ ഓപ്ഷൻ സി ആയിരിക്കും നമ്മളുടെ ആൻസർ വരിക. ഈ TDI എന്നൊക്കെ പറയുന്ന പോലെ തന്നെ എന്താണ്? ടർബോ ചാർജ്ഡ് ഡീസൽ ഇഞ്ചക്ഷൻ എന്നൊക്കെ പറയുന്ന ഡീസൽ ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ ഫ്യൂവൽ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടേം ആണത് ഈ TDI, CRDI പോലുള്ള ആൾക്കാർ. ആ ക്യാം ഷാഫ്റ്റിന്റെ അറേഞ്ച്മെന്റ് വെച്ചിട്ട് നമ്മൾ എന്ത് പറഞ്ഞിരിക്കുന്നത്? ഡബിൾ ഓവർഹെഡ് ക്യാം എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇൻലെറ്റ് വാൽവിന്റെയും അല്ലെങ്കിൽ ഇൻടേക്ക് വാൽവിന്റെയും എക്സ്ഹോസ്റ്റ് വാൽവിന്റെയും ടൈമിംഗ് എപ്പോൾ ഓപ്പൺ ആവണം, എപ്പോൾ ക്ലോസ് ആവണം എന്നുള്ള, അല്ലെങ്കിൽ എത്ര നേരം ഓപ്പൺ ആയിട്ട് ഇരിക്കണം എന്നുള്ള ഒരു ടൈമിങ്ങും ടൈം ഡ്യൂറേഷനും ഒക്കെ നമ്മൾ എന്ത് വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്? VVT വെച്ചിട്ടാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സി ആണ് ഉത്തരം. ഇനി 2015 വന്നൊരു ചോദ്യമാണ്. വീണ്ടും നോക്കിയാൽ VVT തന്നെയാണ്. VVTI ഈസ് എംപ്ലോയിഡ് ടു ഓപ്പറേറ്റ്. ഓക്കെ, എന്തായിരിക്കും? നമുക്കറിയാം VVT എന്ന് പറയുമ്പോൾ തന്നെ പേര് തന്നെ എന്താണ്? വേരിയബിൾ വാൽവ് ടൈമിംഗ് എന്നാണ്. അപ്പൊ വാൽവ് ടൈമിംഗ് അല്ലെങ്കിൽ വാൽവ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗുമായിട്ട് ബന്ധമുള്ള ഒരാളാണ് VVT എന്ന് നമുക്കറിയാം. അപ്പൊ ഓപ്ഷൻ എ നോക്കിയേ, വാൽവ് ട്രെയിൻ, ക്ലച്ച്, സ്റ്റീറിംഗ്, വേരിയബിൾ വെഞ്ചറി കാർബറേറ്റർ. ആരുമായിട്ടാണ് VVTക്ക് ബന്ധം? നമുക്ക് ഉറപ്പാണ്, വേരിയബിൾ വാൽവ് ടൈമിംഗ് അല്ലെ. ആ ഫുൾ ഫോം അറിയാമെങ്കിൽ തന്നെ ആരുമായിട്ടാണ് ബന്ധം എന്ന് കിട്ടും അല്ലെ. വാൽവ് ടൈമിങ്ങുമായിട്ടാണ് അയാൾക്ക് ബന്ധം വരിക. എന്ന് വെച്ചാൽ വാൽവ് ട്രെയിൻ. എന്താണ് ഈ വാൽവ് ട്രെയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം,
ഒരു വാൽവ് ഓപ്പൺ ആക്കുക ക്ലോസ് ആക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര പരിപാടിയൊന്നുമല്ല അല്ലെ. ഒരു 4 സ്ട്രോക്ക് എഞ്ചിനിൽ വരുന്ന വാൽവുകള് നമ്മള് ക്യാം ഷാഫ്റ്റ്, ക്യാം മുതലായ കുറച്ച് അധികം നിരനിരയായിട്ടിരിക്കുന്ന കുറച്ചധികം കമ്പോണന്റുകൾ വെച്ചിട്ടാണ് എന്ത് ഈ പരിപാടി കറക്റ്റ് ആയിട്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നിരനിരയായിട്ട് ഇരിക്കുന്ന എല്ലാ കമ്പോണന്റുകളും ചേർത്തിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, വാൽവ് ട്രെയിൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ വാൽവ് ട്രെയിനുമായിട്ട് ബന്ധമുള്ള ആളാണിത് വേരിയബിൾ വാൽവ് ടൈം, VVT. Then next one നോക്കിയേ, among the 4 type of engines given below, which one has the largest flywheel? ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, സ്ഥിരമായിട്ട് ഈ ഒരു രീതിയിൽ ചോദ്യങ്ങൾ വരാറുണ്ട്. താഴെ പറയുന്നതിൽ ഏറ്റവും ലാർജസ്റ്റ് ഫ്ലൈവീൽ ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ നോക്കിയേ, 2 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ, 2 സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻ, 4 സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻ, 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ. അപ്പോൾ നമുക്കറിയാവുന്നതാണ്, ഒരു 2 സ്ട്രോക്ക് എഞ്ചിനും 4 സ്ട്രോക്ക് എഞ്ചിനും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ 4 സ്ട്രോക്ക് എഞ്ചിൻ ആയിരിക്കും എന്താ ലാർജസ്റ്റ് ഫ്ലൈവീൽ വരിക. 4 സ്ട്രോക്ക് എഞ്ചിൻ ആയിരിക്കും എന്ത് വരിക, ലാർജസ്റ്റ് ഫ്ലൈവീൽ വരുന്നത്. ഇനി ഒരു പെട്രോൾ എഞ്ചിനും ഒരു ഡീസൽ എഞ്ചിനും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ലാർജസ്റ്റ് ഫ്ലൈവീൽ വരുന്ന ആർക്കായിരിക്കും, ഡീസൽ എഞ്ചിൻ ആയിരിക്കും. അപ്പോൾ ഒരു 4 സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻ ആയിരിക്കും എന്ത് കൂട്ടത്തില് ലാർജസ്റ്റ് ഫ്ലൈവീൽ, 4 സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻ. ഓപ്ഷൻ സി ആണ് നമ്മളുടെ ആൻസർ വരിക. ഇതൊരു ബേസിക് ക്വസ്റ്റ്യൻ ആണ്, ചിലപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യം കൂടി ആയിരിക്കാം. വീണ്ടും അങ്ങനെ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ, ഹെവി ഫ്ലൈവീൽ റിക്വയർഡ്. താഴെ പറയുന്ന 4 ടൈപ്പ് എഞ്ചിൻ പറയുന്നുണ്ട്. അതിൽ ഹെവി ഫ്ലൈവീൽ ആർക്കാണ് ആവശ്യമായിട്ട് വരിക, മൾട്ടി സിലിണ്ടർ എഞ്ചിൻ, 2 സ്ട്രോക്ക് എഞ്ചിൻ, വി എഞ്ചിൻ, സിംഗിൾ സിലിണ്ടർ എഞ്ചിൻ, ആർക്കായിരിക്കും ആവശ്യമായിട്ട് വരിക. അപ്പൊ ഇവിടെ ആൻസർ ഞാൻ പറയുകയാണ്, എന്നിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഒരു സിംഗിൾ സിലിണ്ടർ എഞ്ചിൻ ആണെന്ത് ഹെവി ഫ്ലൈവീൽ ആവശ്യമായിട്ട് വരുന്നത്. ഈ ഫ്ലൈവീലിന്റെ ഫംഗ്ഷൻ എന്താണ്, ഫ്ലൈവീലിന്റെ ഫംഗ്ഷൻ എന്താണ്, ടു റെഡ്യൂസ് ഓർ മിനിമൈസ് എനർജി ഓർ സ്പീഡ് ഫ്ലക്ച്വേഷൻ എന്നാണ്. എനർജി ഓർ സ്പീഡ് ഫ്ലക്ച്വേഷൻ. ആ എനർജി ഫ്ലക്ച്വേഷൻ എന്നുള്ള ടൈമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക. അതായത് ഒരു എഞ്ചിൻ പ്രവർത്തിക്കുന്ന സമയത്ത് അയാൾക്ക് 4 പ്രോസസ്സുകളാണ് പറയാം അല്ലെ. ഏതൊക്കെയാണ് 4 പ്രോസസ്സുകൾ, സക്ഷൻ, കംപ്രഷൻ, പവർ, എക്സ്ഹോസ്റ്റ്. ഇതിൽ പവർ എന്ന് പറയുന്ന പ്രോസസ്സിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്തിട്ട് കിട്ടുന്നുള്ളൂ, ഒരു എനർജി എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്ത് നമുക്ക് തരുന്നുള്ളൂ. ബാക്കി നോൺ വർക്കിംഗ് സ്ട്രോക്കുകൾ എന്നറിയപ്പെടുന്ന സക്ഷൻ, കംപ്രഷൻ, എക്സ്ഹോസ്റ്റ്, ഈ 3 നോൺ വർക്കിംഗ് സ്ട്രോക്കുകൾക്കും ആവശ്യമായിട്ടുള്ള എനർജി അല്ലെങ്കിൽ ആ സമയത്തും എഞ്ചിൻ പ്രവർത്തിക്കാനുള്ള എനർജി എന്ത് ചെയ്യണം, ഈ ഫ്ലൈവീൽ തിരിച്ച് സപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ പവർ സ്ട്രോക്ക് അല്ലെങ്കിൽ പവർ എന്ന് പറയുന്ന പ്രോസസ്സിൽ ഉണ്ടാവുന്ന എക്സസ് എനർജി, അതായത് ആ എഞ്ചിൻ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള അപ്പൊ കിട്ടുന്ന ലോഡും കാര്യങ്ങളൊക്കെ എടുക്കാൻ ആവശ്യമായിട്ടുള്ള എനർജി യൂട്ടിലൈസ് ചെയ്തതിന് ശേഷം എക്സസ് ആയിട്ട് വരുന്ന എനർജിയെ സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്, അത് ഫ്ലൈവീലിലാണ്. ആ എക്സസ് എനർജിയിൽ നിന്നും എനർജി എടുത്തുകൊണ്ടാണ് സക്ഷൻ, കംപ്രഷൻ, എക്സ്ഹോസ്റ്റ് ഈ 3 നോൺ വർക്കിംഗ് സ്ട്രോക്കുകൾ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫ്ലൈവീലിന്റെ എനർജി ഫ്ലക്ച്വേഷനുമായിട്ടാണ് അയാൾക്ക് ബന്ധം നമുക്ക് മനസ്സിലായി. ഫ്ലൈവീൽ എന്ന് പറഞ്ഞാൽ എനർജി ഫ്ലക്ച്വേഷൻ കുറയ്ക്കാനുള്ളതാണെന്ന് പറഞ്ഞാൽ എനർജി ഫ്ലക്ച്വേഷൻ കൂടുതൽ എവിടെയാണോ അവിടെ വലിയ ഫ്ലൈവീൽ വേണം, കാരണം കൂടുതൽ എനർജിയെ സ്റ്റോർ ചെയ്യണം. എനർജി ഫ്ലക്ച്വേഷൻ കൂടുതൽ എവിടെയാണോ അവർ നമ്മൾ വലിയ ഫ്ലൈവീൽ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ പറയുന്നതിൽ എനർജി ഫ്ലക്ച്വേഷൻ കൂടുതൽ എവിടെയാണ് നമുക്ക് നോക്കണ്ടേ, 2 സ്ട്രോക്ക് എഞ്ചിൻ ഓരോ റെവല്യൂഷനിലും പവർ വന്നുകൊണ്ടിരിക്കും അല്ലെ, എനർജി ഫ്ലക്ച്വേഷൻ കുറവാ. ഒരു 4 സ്ട്രോക്ക് എഞ്ചിനായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ 2 സ്ട്രോക്ക് എഞ്ചിന്റെ എനർജി ഫ്ലക്ച്വേഷൻ കുറവാണ്. ഓരോ സൈക്കിൾ ഓരോ റൊട്ടേഷനിലും എന്ത് ചെയ്യും, ഓരോ 360 ഡിഗ്രിയിലും എന്ത് ചെയ്യും, പവർ വന്നുകൊണ്ടിരിക്കും. ഇനി മൾട്ടി സിലിണ്ടർ എഞ്ചിൻ, വി എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്താണ്, വി എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് മൾട്ടി സിലിണ്ടർ എഞ്ചിനാ അല്ലെ. V6 എഞ്ചിൻ 6 സിലിണ്ടർ ഇങ്ങനെ നിരന്നിങ്ങനെ വി ഷേപ്പിൽ ഇങ്ങനെ ഇരിക്കുന്നു, V8 എഞ്ചിൻ അല്ലെ. അപ്പൊ ഇവരൊക്കെ എന്താണ് ഒരു മൾട്ടി സിലിണ്ടർ എഞ്ചിൻ തന്നെയാണ് വി എഞ്ചിൻ എന്ന് എനിക്ക് പറയാം. നമുക്ക് ഡൗട്ട് വരാൻ പോകുന്നത് ഓപ്ഷൻ എ ആണോ ഉത്തരം, ഓപ്ഷൻ ഡി ആണോ ഉത്തരം എന്നുള്ളതാണ്. അപ്പൊ നമ്മളോട് എന്ത് ചെയ്യണം, ഒരു മൾട്ടി സിലിണ്ടർ എഞ്ചിൻ ആണോ ഒരു സിംഗിൾ സിലിണ്ടർ എഞ്ചിൻ ആണോ എനർജി ഫ്ലക്ച്വേഷൻ കൂടുതലെന്ന് കണ്ടുപിടിക്കണം. ആർക്കാണോ എനർജി ഫ്ലക്ച്വേഷൻ കൂടുതൽ അവിടെ ആയിരിക്കും എന്ത് സംഭവിക്കാൻ പോകുന്നത്, ഏറ്റവും ഹെവി ആയിട്ടുള്ള ഫ്ലൈവീൽ നമ്മൾ കൊടുക്കേണ്ടി വരിക. അപ്പൊ നോക്കിയേ, ഒരു മൾട്ടി സിലിണ്ടർ എഞ്ചിൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു 4 സിലിണ്ടർ എഞ്ചിൻ ആണെന്ന് വിചാരിക്കുക. 4 സിലിണ്ടർ എഞ്ചിൻ 1 2 3 4 അല്ലെ. എൻ്റെ കയ്യിൽ ഇവിടെ ഒരു സിംഗിൾ സിലിണ്ടർ എഞ്ചിൻ ഉണ്ട്, ഞാൻ കമ്പയർ ചെയ്യാൻ പോവാണ്. ഒരു സിംഗിൾ സിലിണ്ടറിനെ ഒരു മൾട്ടി സിലിണ്ടറിനെ കമ്പയർ ചെയ്യാൻ പോവാണ്. ഈ സിംഗിൾ സിലിണ്ടർ എഞ്ചിനിൽ ഒരു പവർ കിട്ടാനായിട്ട് 720 ഡിഗ്രി ക്രാങ്ക് ഷാഫ്റ്റ് തിരിയാം. അതാണ് നമ്മുടെ ബേസിക് ഐഡിയ. 2 സ്ട്രോക്ക് 4 സ്ട്രോക്ക് എഞ്ചിനൊക്കെ നമുക്ക്
പഠിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. 720 ഡിഗ്രിയിലാണ് ഒരു പവർ നമുക്ക് സിംഗിൾ സിലിണ്ടർ എഞ്ചിനിൽ കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഓരോ 720 ഡിഗ്രി എന്ന് പറഞ്ഞാല് ക്രാങ്ക് ഷാഫ്റ്റ് ഒരു തവണ തിരിഞ്ഞ് 2 തവണ തിരിഞ്ഞ്, ആ 2 തവണ തിരിയുമ്പോഴാണ് എന്ത് കിട്ടുന്നുള്ളൂ, ഒരു പവർ കിട്ടുന്നുള്ളൂ. അത്രയും ഗ്യാപ്പ് ഉണ്ട്. വീണ്ടും ഒരു 720 ഡിഗ്രി തിരിഞ്ഞാലാണ് രണ്ടാമത്തെ പവർ കിട്ടുള്ളൂ. ഓക്കെ, പക്ഷെ ഒരു 4 സിലിണ്ടർ എഞ്ചിൻ ആണെങ്കിൽ അയാള് 720 ഡിഗ്രി തിരിയുമ്പോഴേക്കും ഇവിടെ 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 നമുക്ക് ഓരോ പവർ വീതം കിട്ടിയിട്ടുണ്ടാവും. 4 പവർ കിട്ടിയിട്ടുണ്ടാവും. ഒരു 4 സിലിണ്ടർ എഞ്ചിൻ ആണെങ്കിൽ അയാൾ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ, അഥവാ 720 ഡിഗ്രി തിരിയുമ്പോഴേക്കും, എല്ലാം 4 സ്ട്രോക്ക് എഞ്ചിനെ കുറിച്ചാണല്ലോ ഞാൻ പറയുന്നത്, തിരിയുമ്പോഴേക്കും എന്ത് പറ്റിയിട്ടുണ്ടാവും, 4 പവർ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ ഫ്ലക്ച്വേഷൻ കുറവല്ലേ, 720-ന് 4 പവർ കിട്ടി, ഇവിടെ 720-ന് ഒരു പവർ കിട്ടിയുള്ളൂ അല്ലെ. അപ്പൊ എവിടെയാണ് ഫ്ലക്ച്വേഷൻ കൂടുതൽ, ഒരു സിംഗിൾ സിലിണ്ടർ എഞ്ചിനിലാണ് എനർജി ഫ്ലക്ച്വേഷൻ കൂടുതൽ. അതുകൊണ്ട് ഒരു മൾട്ടിയെയും സിംഗിൾ സിലിണ്ടർ എഞ്ചിനെയും കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ എവിടെയാണ് ഹെവി ഫ്ലൈവീൽ ഉപയോഗിക്കുക, സിംഗിൾ സിലിണ്ടർ എഞ്ചിനിലായിരിക്കും ഉപയോഗിക്കുക. ഓക്കെ, അപ്പൊ അതൊന്ന് മൈൻഡിൽ വെക്കുക. അടുത്ത വൈബ്രേഷൻ ഡാമ്പർ. എന്താണ് ഒരു വൈബ്രേഷൻ ഡാമ്പർ എന്നാണ്? ഇറ്റ് കൺട്രോൾസ് ദി ടോർഷണൽ വൈബ്രേഷൻ, ഇറ്റ് ഡ്രൈവ്സ് ദ പുള്ളി, ഇറ്റ് ഡാമ്പൻസ് ദ എഞ്ചിൻ സ്പീഡ്, ഇറ്റ് റെഡ്യൂസസ് ദി സ്പീഡ് ഓഫ് ദി ഫ്ലൈവീൽ. ഒരു വൈബ്രേഷൻ ഡാമ്പർ പേരിൽ തന്നെ ഉണ്ട്. ഡാമ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇല്ലായ്മ ചെയ്യാന്നാണ്, അല്ലെ, ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അപ്പൊ വൈബ്രേഷനെ ഇല്ലാതാക്കുക, ഇതാണ് എന്റെ മീനിങ്. എന്ത് വൈബ്രേഷനെ? വൈബ്രേഷൻ ഡാമ്പർ എന്ന് പറയുന്ന ആള് നമ്മള് ക്രാങ്ക് ഷാഫ്റ്റിന്റെ, അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക, ക്രാങ്ക് ഷാഫ്റ്റിന്റെ ഫ്രണ്ട് എൻഡിൽ കൊടുക്കുന്ന ഒരാളാണ്. എന്തിനാണെന്നറിയോ? ടു റെഡ്യൂസ് അല്ലെങ്കിൽ ടു ഡാമ്പ്. ടു റെഡ്യൂസ് ഓർ ടു ഡാമ്പ്. ഇമ്പോർട്ടൻ്റ് ആണത്. ടോർഷണൽ വൈബ്രേഷൻ, ഏതെങ്കിലും വൈബ്രേഷൻ അല്ല, ടോർഷണൽ വൈബ്രേഷൻ. ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷൻ ഉണ്ട്, ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ ഉണ്ട്. ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷൻ പറഞ്ഞാൽ ആക്സിസിന് അലോങ് ആയിട്ടുള്ള വൈബ്രേഷൻ, ഇതാണ് ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു വൈബ്രേഷൻ ആണിത് ടോർഷണൽ വൈബ്രേഷൻ. അപ്പൊ ഒരു ടോർഷണൽ വൈബ്രേഷൻ ഡാമ്പ് ചെയ്യുക അല്ലെങ്കിൽ പരമാവധി ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ക്രാങ്ക് ഷാഫ്റ്റിന്റെ ഫ്രണ്ട് എൻഡ്, പൊസിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഫ്രണ്ട് എൻഡിൽ കൊടുക്കുന്ന ആളാണിത് വൈബ്രേഷൻ ഡാമ്പർ. ഇനി ഓപ്ഷൻ നോക്കിയേ, ഇറ്റ് കൺട്രോൾസ് ദ ടോർഷണൽ വൈബ്രേഷൻ, അതാണ് ഉത്തരം. ഇറ്റ് ഡ്രൈവ്സ് ദ പുള്ളി, അല്ല. ഇറ്റ് ഡാമ്പൻസ് ദ എഞ്ചിൻ സ്പീഡ്, എഞ്ചിൻ സ്പീഡ് ഇല്ലായ്മ ചെയ്യാനല്ല കേട്ടാ, വൈബ്രേഷൻ ഇല്ലായ്മ ചെയ്യാനാണ്, ടോർഷണൽ വൈബ്രേഷനെ ഇല്ലായ്മ ചെയ്യാൻ. ഇറ്റ് റെഡ്യൂസസ് ദ സ്പീഡ് ഓഫ് ഫ്ലൈ വീൽ, അതിനൊന്നും വേണ്ടിയിട്ട് അല്ല. അപ്പൊ ഓപ്ഷൻ എ ആണ് നമ്മളുടെ ആൻസർ. ഇറ്റ് കൺട്രോൾസ് ദി ടോർഷണൽ വൈബ്രേഷൻസ്. നെക്സ്റ്റ് വൺ, യൂഷ്വലി സിലിണ്ടർ ലൈനർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് വാട്ട് മെറ്റീരിയൽ? സിലിണ്ടർ ലൈനർ അഥവാ നമ്മളുടെ എഞ്ചിൻ സിലിണ്ടറിന്റെ ഉള്ളിൽ നമ്മൾ കൊടുക്കുന്നതാണെന്ത്? സിലിണ്ടർ ലൈനർ എന്ന് പറയുന്ന ആൾ. അതും ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ആളായിരിക്കും സിലിണ്ടർ ലൈനർ എന്ന് പറയുന്നത്. ആ സിലിണ്ടർ ലൈനറിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്താണ്? ടങ്സ്റ്റൺ, കാസ്റ്റ് അയൺ അലോയ്, അലുമിനിയം അലോയ്, മൈൽഡ് സ്റ്റീൽ. എഞ്ചിൻ കൺസ്ട്രക്ഷനിലെ എല്ലാ കമ്പോണന്റുകളും എന്ത് മെറ്റീരിയൽ ആണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരാളാണ് സിലിണ്ടർ ലൈനറിന്റെ മെറ്റീരിയൽ. ആരാണ് അത്? കാസ്റ്റ് അയൺ അലോയ് ആണ് കേട്ടോ. ഓപ്ഷൻ ബി, കാസ്റ്റ് അയൺ അലോയ് ആണ് നമ്മൾ എന്ത് സിലിണ്ടർ ലൈനർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി അലോയ് എന്ന് പറഞ്ഞാല് കാസ്റ്റ് അയണിന്റെ കൂടെ എന്തിനൊക്കെയോ ചേർത്തിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം, ശരിയല്ലേ? ആരെയൊക്കെയാണ് ചേർക്കുന്നത്? ഒന്നാണ് ക്രോമിയം, രണ്ടാണ് വനേഡിയം. നമ്മൾ ഒരു പടി കൂടി കടന്നിട്ടൊന്ന് പറയണം. ക്രോമിയവും വനേഡിയവും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഈ കാസ്റ്റ് അയണിന്റെ കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ അയാളെ കാസ്റ്റ് അയൺ അലോയ് എന്ന് പറയാം. സാധാരണ രീതിയിൽ ക്രോമിയം ആഡ് ചെയ്യുമ്പോൾ കൊറോഷൻ റെസിസ്റ്റന്റ് ആണ്. കൊറോഷൻ റെസിസ്റ്റന്റ്, തുരുമ്പ് പിടിക്കുന്നതിൽ നിന്നും ഒരു പ്രൊട്ടക്ഷൻ തരുന്ന ഒരാളാണ് ഈ ക്രോമിയത്തിന്റെ പ്രസൻസ്. അതുപോലെ തന്നെ കുറച്ച് ഹാർഡ്നെസ്സും കൂടും ക്രോമിയത്തിന്റെ എഫക്റ്റ് കൊണ്ട്. ഇനി വനേഡിയം കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല് ആളുടെ ആ ഒരു ബ്രിട്ടിൽനെസ് കുറയും. ബ്രിട്ടിൽനെസ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി പൊട്ടിപ്പോകുന്ന എഫക്റ്റിനാണ് നമ്മൾ ബ്രിട്ടിൽനെസ് എന്ന് പറയാം. ആ ബ്രിട്ടിൽനെസ്, പെട്ടെന്ന് പൊട്ടിപ്പോവാനുള്ള ടെൻഡൻസിയെ കുറയ്ക്കുന്ന ആളാണെന്ത്? വനേഡിയത്തിന്റെ പ്രസൻസ്. അപ്പൊ വനേഡിയം, ക്രോമിയം പോലുള്ള ആൾക്കാരൊക്കെയാണ് എന്ത് കാസ്റ്റ് അയണിന്റെ കൂടെ നമ്മൾ അലോയിങ് എലമെന്റ്സ് ആയിട്ട് ആഡ് ചെയ്യുന്നത്. അതൊന്ന് മൈൻഡിൽ വെക്കുക. ഓക്കെ, then next നോക്കിയേ, ഫോർ വാട്ട് പർപ്പസ് റൈഫിൾ ഹോൾ ഈസ് ഡ്രിൽഡ് ഇൻ കണക്ടിംഗ് റോഡ്? കണക്ടിംഗ് റോഡില് റൈഫിൾ ഹോളുകൾ ഡ്രില്ല് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കൂളിംഗ്, കമ്പസ്റ്റൻ, ലൂബ്രിക്കേഷൻ, ഡിഫ്യൂഷൻ. ഇതാണ് ഒരു കണക്ടിംഗ് റോഡ് എന്ന് പറയുന്ന ആള്, അല്ലെ? അപ്പൊ ഈ കണക്ടിംഗ് റോഡിന്റെ ബിഗ് എൻഡ് ആണ് ഈ കാണുന്നത്, ബിഗ് എൻഡ്. കണക്ടിംഗ് റോഡിന്റെ സ്മോൾ എൻഡ് ആണ് ഈ കാണുന്നത്. ഇതിനെ നമ്മൾ ഈ ബിഗ് എൻഡിൽ നിന്നും സ്മോൾ എൻഡിലേക്ക് പോകുന്ന ഒരു ഭാഗത്ത് നമ്മൾ വളരെ
ഡയാമീറ്റർ കുറഞ്ഞ നീളമുള്ള ഒരു ഹോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഡ്രില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് ലൂബ്രിക്കേഷന് വേണ്ടിയിട്ടാണ്. ക്രാങ്ക് കേസിന്റെ ഭാഗത്തല്ലേ ഈ ഒരു ബിഗന്റെ ആയിരിക്കും ക്രാങ്ക് കേസുമായിട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ആള്. ആ ക്രാങ്ക് കേസിലാണ് സാധാരണ എന്ത് കിടക്കുക, ഓയിൽ കിടക്കുക അല്ലെ. അപ്പൊ ആ ഒരു ഭാഗത്ത് നിന്നും ഓയില് കയറി ഈ സ്മോൾ എൻഡിന്റെ ഭാഗത്തുള്ള ബിയറിംഗിലേക്കൊക്കെ എത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുത്തിരിക്കുന്നത്, നമ്മൾ റൈഫിൾ ഹോൾ എന്ന് പറയുന്ന ആള് കൊടുത്തിരിക്കുന്നത്. ഈ റൈഫിൾ ഹോൾ എന്ന് പറഞ്ഞ റൈഫിൾ എന്ന് പറഞ്ഞ ഒരു തോക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ആ തോക്കിന്റെ പ്രത്യേകത എന്താണ്? ഡയമീറ്റർ കുറഞ്ഞ നീളമുള്ള ഒരു കുഴലാണ് അല്ലെ. ആ ഒരു ഷേപ്പ് ഉള്ളതുകൊണ്ടാണ് ഇയാൾ നമ്മൾ എന്ത് പറയും, ഈ ഹോൾ നമ്മൾ എന്ത് പറയുന്നത്, റൈഫിൾ ഹോൾ എന്ന് പറയാനായിട്ട് കാരണം. ഓപ്ഷൻ സി ആണ് ഉത്തരം. ലൂബ്രിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഹോൾ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ, ക്രാങ്ക് വെബ് കണക്ട് ദ ഡാഷ് ടു ദ ഷാഫ്റ്റ് പോർഷൻ. ക്രാങ്ക് വെബ് എന്ന് പറയുന്ന ആള് ആ ക്രാങ്ക് ഷാഫ്റ്റിന്റെ ഒരു പോർഷനിലേക്ക് എന്തോ വെച്ച് കണക്ട് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ എന്തോ ഒരു സാധനത്തിനെയാണ് നമ്മൾ ഷാഫ്റ്റ് പോർഷനിലേക്ക് കണക്ട് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ക്രാങ്ക് വെബ് ഉപയോഗിക്കുന്നത്. എന്ത് സാധനത്തിന് അല്ലെങ്കിൽ ഏത് പോർഷനെയാണ് ക്രാങ്ക് വെബ് ഷാഫ്റ്റുമായിട്ട് ബന്ധിപ്പിക്കുന്നത്? സ്പ്ലൈൻ, സ്പൈഗോട്ട്, ക്രാങ്ക് പിൻ, ക്രാങ്ക് വെബ്. എന്തായാലും ക്രാങ്ക് വെബ് പിന്നെ ഉത്തരമായിട്ട് വരുമല്ലോ. നോക്കിയേ, ക്രാങ്ക് വെബ് കണക്ട് ഡാഷ് ടു ദ ഷാഫ്റ്റ് പോർഷൻ. അപ്പൊ എന്താണ് ഈ ക്രാങ്ക് വെബ്? നമ്മളൊരു ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇതൊരു രണ്ട് ക്രാങ്ക് വെബാണെന്ന് വിചാരിക്കാം. ഇതിന്റെ ഇടയിൽ ഒരു ക്രാങ്ക് പിന്നുണ്ട്. ഓക്കെ, ദെൻ ഇവിടെ ഒരു മെയിൻ ബെയറിംഗ് ഉണ്ടെന്ന് വിചാരിക്കാം. ദെൻ ഇവിടെ വീണ്ടും ഒരു മെയിൻ ബെയറിംഗ് വരുന്നുണ്ടെന്ന് വിചാരിക്കാം. വീണ്ടും ഒരു വെബ് ഇതുപോലെ വരുന്നുണ്ട്. വീണ്ടും ഇവിടെ ഒരു വെബ് വരുന്നുണ്ട്. ഇവിടെ മെയിൻ ബെയറിംഗ് പോക്കോട്ടെ. ഇവിടെ വീണ്ടും ഒരു ക്രാങ്ക് പിൻ വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഇയാളൊരു ക്രാങ്ക് പിന്നാണ്, ഇയാളും ഒരു ക്രാങ്ക് പിന്നാണ്. ഓക്കെ, അപ്പോ ഈ വെബ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്താണ് ചെയ്തിരിക്കുന്നത്? ഈ ക്രാങ്ക് പിൻ എന്ന് പറയുന്ന ആളെ ക്രാങ്ക് ഷാഫ്റ്റിലേക്ക് ബന്ധിപ്പിച്ചേക്കണം. ശരിയല്ലേ? ഈ വെബ് എന്ന് പറയുന്ന ആളുടെ പണി എന്താണ്? ഈ വെബ് എന്ന് പറയുന്ന ആൾക്ക് മെയിൻ ബെയറിംഗുമായിട്ട് ഒരു പിടുത്തമുണ്ട്. അതുപോലെ അയാൾക്ക് ആരുമായിട്ട് കണക്ഷൻ ഉണ്ട്? ക്രാങ്ക് പിന്നുമായിട്ട് കണക്ഷൻ ഉണ്ട്. അപ്പൊ ഈ ക്രാങ്ക് പിന്നിനെയും ഈ മെയിൻ ബെയറിംഗിനെയും അല്ലെങ്കിൽ ക്രാങ്ക് പിന്നിനെയും ഈ ഷാഫ്റ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ആരാണ്? ഈ ക്രാങ്ക് വെബ് ആണ്. അപ്പൊ നോക്കിയേ, ദ ക്രാങ്ക് വെബ് കണക്ട് ദി ക്രാങ്ക് പിൻ ടു ദി ഷാഫ്റ്റ് പോർഷൻ. അതാണ് അവിടെ ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ സി. ഇതാണ് ഈ പറഞ്ഞത്. ഇതാണ് നമ്മുടെ മെയിൻ ബെയറിംഗ്. ഇയാളൊരു മെയിൻ ബെയറിംഗ്, ഇയാളൊരു മെയിൻ ബെയറിംഗ്. ഇതാണ് നമ്മുടെ വെബ്, ഇതാണ് ക്രാങ്ക് പിൻ. അപ്പോൾ ഈ ക്രാങ്ക് വെബ് എന്ന് പറയുന്ന ആൾ എന്താ ചെയ്തിരിക്കുന്നത്? ഈ ക്രാങ്ക് പിന്നിനെ നമ്മുടെ ഷാഫ്റ്റുമായിട്ട് അല്ലെങ്കിൽ മെയിൻ ബെയറിംഗിന്റെ ഭാഗവുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? താഴെ പറയുന്നതിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? Stroke of an engine can be increased by increasing crank throw. Crank throw equal to stroke of the engine by 2. 2 into crank throw is equal to stroke of the engine. All of this. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഈ ക്രാങ്ക് ത്രോ എന്ന് പറയുന്ന ആള് എന്താണെന്ന് അറിയണം. എന്നാലേ ഇത് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. എന്താണ് ക്രാങ്ക് ത്രോ എന്ന് ചോദിച്ചാൽ ഇമ്പോർട്ടന്റ് ആണ്, പലതവണ ചോദിച്ചിട്ടുണ്ട്. ഇതൊരു ക്രാങ്ക് ഷാഫ്റ്റിന്റെ ഒരു ഭാഗമാണ്. ഇതിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാണാം? ഒരു ക്രാങ്ക് ഷാഫ്റ്റിന്റെ സെന്റർ സൂചിപ്പിക്കുന്ന ആ മെയിൻ ബെയറിംഗിനെ കാണാം. ആ മെയിൻ ബെയറിംഗിന് ഒരു ആക്സിസ് ഉണ്ട്. ഓക്കെ, ക്രാങ്ക് ഷാഫ്റ്റിന്റെ സെന്റർ ആക്സിസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മെയിൻ ബെയറിംഗിന്റെ ആക്സിസ് തന്നെയാണ്. ക്രാങ്ക് ഷാഫ്റ്റിന്റെ ആക്സിസ് എന്ന് പറഞ്ഞാൽ ക്രാങ്ക് ഷാഫ്റ്റിന്റെ സെന്റർ എന്ന് പറയുന്നത് ആ മെയിൻ ബെയറിംഗ് ഇരിക്കുന്ന ഭാഗമാണെന്ന് മനസ്സിലാക്കുക. ഇനി ക്രാങ്ക് പിൻ എന്ന് പറയുന്നത് നമ്മൾ കണ്ടു, ഈ ഷാഫ്റ്റ് പോർഷനിൽ നിന്നും ഈ വെബ് വഴിയാണ് നമ്മൾ ക്രാങ്ക് പിന്നിനെ കണക്ട് ചെയ്യാന്ന് കണ്ടു. ആ ക്രാങ്ക് പിന്നിനും എന്തുണ്ട്? ഒരു സെന്റർ ആക്സിസ് ഉണ്ട്. ശരിയാണല്ലോ അല്ലെ? അപ്പൊ ഈ സെന്റർ ആക്സിസ് അഥവാ ബെയറിംഗിന്റെ സെന്റർ ആക്സിസിൽ നിന്നും ക്രാങ്ക് പിന്നിന്റെ സെന്റർ ആക്സിസ് വരെ ഒരു ഡിസ്റ്റൻസ് ഉണ്ട് അല്ലെ, ഒരു ഗ്യാപ്പ് എന്നല്ല, ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. ആ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണിത് ക്രാങ്ക് ത്രോ. ഈ ക്രാങ്ക് ത്രോ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നത് വഴി എഞ്ചിന്റെ സ്ട്രോക്ക് വ്യത്യാസപ്പെടുത്താൻ പറ്റും, അഥവാ സ്ട്രോക്ക് ലെങ്തിനെ നമുക്ക് മാറ്റാനായിട്ട് പറ്റും. എന്തായിരുന്നു സ്ട്രോക്ക് ലെങ്ത്? TDC മുതൽ BDC വരെയുള്ള പിസ്റ്റൺ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ട്രോക്ക് എന്ന് പറയാം. അപ്പോൾ ഈ ക്രാങ്ക് ത്രോ എന്ന് പറയുന്ന ആളെ കൂട്ടിക്കഴിഞ്ഞാൽ സ്ട്രോക്ക് കൂട്ടാൻ പറ്റും. ക്രാങ്ക് ത്രോ എന്ന് പറയുന്ന ആളെ കുറച്ചു കഴിഞ്ഞാൽ സ്ട്രോക്ക് കുറയ്ക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ അവർ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രോക്ക് അഥവാ സ്ട്രോക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ 2 into ക്രാങ്ക് ത്രോ ആണ്. ക്രാങ്ക് ത്രോ എത്രയാണോ അതിന്റെ ഡബിൾ ആയിരിക്കും സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഇതാണ് അവർ തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്.
അപ്പൊ നോക്കിയേ, ഒന്നാമത്തെ ഓപ്ഷൻ നോക്കാം കേട്ടോ. സ്ട്രോക്ക് ഓഫ് ആൻ എഞ്ചിൻ ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ ഇൻക്രീസിങ് ക്രാങ്ക് ത്രോ. ശരിയാണ്. ക്രാങ്ക് ത്രോ കൂട്ടിക്കഴിഞ്ഞാൽ സ്ട്രോക്ക് കൂടും. ശരിയാണ്. ഇനി ക്രാങ്ക് ത്രോ ഈക്വൽ ടു സ്ട്രോക്ക് ഓഫ് എഞ്ചിൻ ബൈ 2. ക്രാങ്ക് ത്രോ എന്ന് പറഞ്ഞാൽ ക്രാങ്ക് ത്രോ ഈസ് ഈക്വൽ ടു 2നെ താഴെ കിട്ടാ പോരെ, സ്ട്രോക്ക് ബൈ 2. അതും ശരിയാണ്. ഇനി 2 into crank throw is equal to stroke of engine. ശരിയാണ്. 2 into crank throw എന്ന് പറയുന്നതാണ് എഞ്ചിന്റെ സ്ട്രോക്ക്. അപ്പൊ അതും ശരിയാണ്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് നമ്മളുടെ ആൻസർ. ഓൾ ഓഫ് ദീസ്. Next one. In the cam, the distance between the base circle and the nose is called. ഒരു ക്യാം എടുത്തു കഴിഞ്ഞാല് the distance between the base circle and nose, ആ ക്യാമിന്റെ ബേസ് സർക്കിളും നോസിന്റെ മേലുള്ള ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരെന്താണ്? കാരണം നമുക്ക് ആ ഒരു വാൽവ് ടൈമിംഗ് ഡയഗ്രം ഒക്കെ വരുമ്പോൾ, വാൽവ് ടൈമിംഗ് മെക്കാനിസം ഒക്കെ വരുമ്പോൾ, അല്ല ക്യാം ഉണ്ട്, ക്യാം ഷാഫ്റ്റ് ഉണ്ട് എന്നൊക്കെ പഠിക്കുന്നില്ലേ, ആ ക്യാമിനെ പറ്റിയാണ് ഇവിടുത്തെ ചോദ്യം. ആ ക്യാമിന് ഒരു ബേസ് സർക്കിൾ ഉണ്ട്, ഒരു ബേസ് സർക്കിൾ. ആ ബേസ് സർക്കിൾ ആണ് നിങ്ങൾ ഈ കാണുന്നത്, ബേസ് സർക്കിൾ. ആ ബേസ് സർക്കിളിൽ നിന്നും പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഈ ഒരു ഭാഗമുണ്ട്, നമുക്ക് വേണമെങ്കിൽ ലോബ് എന്നൊക്കെ പറയാം. ഈ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു പാർട്ടിന് നമുക്ക് ലോബ് എന്ന് പറയാം. ഓക്കെ, അപ്പോ ഈ ഒരു ലോബിനെ അല്ലെങ്കിൽ ഈ ഒരു ടിപ്പിനെ, ലോബിന്റെ ടിപ്പിനെ നമുക്ക് എന്ത് പറയാം? നോസ് എന്നൊക്കെ വിളിക്കാം. നോസ് എന്നൊക്കെ വിളിക്കാം. ഈ ചോദ്യം നോക്കിയേ, ഇൻ ദ ക്യാം, ഇങ്ങനെ ഒരു ക്യാമില് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ബേസ് സർക്കിൾ ആൻഡ് നോസ്, ഈ ബേസ് സർക്കിളിന്റെയും ഈ നോസിന്റെയും ഇടയിലുള്ള ഈ ഒരു ഭാഗത്തെ വിളിക്കുന്ന പേരാണ് ലിഫ്റ്റ്. വിളിക്കുന്ന പേരാണ് ലിഫ്റ്റ്. കാരണം എന്താണ്? ഇപ്പൊ ഒരു സർക്കിൾ, ഒരു സർക്കുലർ ഷേപ്പുള്ള ക്യാം ആണെന്ന് വിചാരിക്കാം. അങ്ങനെ ക്യാം ഇല്ലാട്ടാ, ഒരു സർക്കുലർ ഷേപ്പുള്ള ക്യാം ആണെന്ന് വിചാരിക്കാം. എന്ന് വെച്ചാൽ വേറെ പ്രൊജക്ഷൻ ഒന്നുമില്ല, കംപ്ലീറ്റ് സർക്കിൾ ആണ്. ഇവിടെ ഞാനൊരു ടാപ്പറ്റ് അല്ലെങ്കിൽ ഒരു ലിഫ്റ്ററിനെ കൊണ്ടുവന്ന് വെക്കുകയാണ്. ഈ സർക്കിൾ കറങ്ങുന്നതിന്റെ ഭാഗമായിട്ട്, സെന്റർ ഇതാണ്, ഈ സർക്കിൾ കറങ്ങുന്നതിന്റെ ഭാഗമായിട്ട് എപ്പോഴെങ്കിലും ഇതുമായിട്ട് കോണ്ടാക്ട് വരുമോ? വരൂല അല്ലെ, കാരണം കംപ്ലീറ്റ് സർക്കിൾ തന്നെയാണ്. അതേസമയം ഞാൻ ഇവിടെ ഒരു പ്രൊജക്ഷൻ ഇങ്ങനെ വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഇയാൾ കറങ്ങി വരുന്ന സമയത്ത്, ഇങ്ങനെ കറങ്ങി വരുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ പ്രൊജക്ഷൻ വന്ന് ഈ ടാപ്പറ്റിൽ തട്ടും, ടാപ്പറ്റ് മുകളിലേക്ക് മൂവ് ചെയ്യും അല്ലെ. അങ്ങനെയാണ് നമ്മുടെ വാൽവ് മെക്കാനിസം ഒക്കെ വരുന്നത്. അപ്പോൾ ഈ ടാപ്പറ്റ് എത്ര ഡിസ്റ്റൻസ് മുകളിലേക്ക് മൂവ് ചെയ്യണം? കുറെ മൂവ് ചെയ്യണോ അല്ലെ കുറച്ചാണ് മൂവ് ചെയ്യുള്ളൂ? അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഈ ഒരു ഡിസ്റ്റൻസിനല്ലേ, ഈ തള്ളി നിൽക്കുന്ന പ്രൊജക്റ്റഡ് ഭാഗത്തിന്റെ ആ ഒരു ഡിസ്റ്റൻസിനല്ലേ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ലിഫ്റ്റ് എന്നുള്ള പേരുകൊണ്ട് വിളിക്കുക. ലിഫ്റ്റ്. ഓപ്ഷൻ എ. ഓക്കെ, മറ്റേക്ക് അതിന്റെ പാർട്ടാ. ലോബ് എന്ന് പറഞ്ഞാൽ അതിന്റെ പാർട്ടിനെയാണ്, ഈ പ്രൊജക്ട് ചെയ്യുന്ന പാർട്ടിനെ നമ്മൾ ലോബ് എന്ന് പറയാം. അതിന്റെ ടിപ്പിനെ നമ്മൾ നോസ് എന്ന് വിളിക്കും. ഓക്കെ, അതൊക്കെ പാർട്ടാണ്. പക്ഷെ ഇവിടെ ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആ ബേസ് സർക്കിളിൽ നിന്നും പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഭാഗം, ആ ഡിസ്റ്റൻസ്, അതെന്താണ്? അത് ലിഫ്റ്റ് ആണ്. എന്തുകൊണ്ടാണ് ലിഫ്റ്റ് എന്ന് വിളിക്കുന്നത്? കാരണം ആ പ്രൊജക്ടർ പോർഷൻ വന്ന് തട്ടുമ്പോഴാണത് ഇയാൾ ലിഫ്റ്റ് ചെയ്യുന്നത്. അത് എത്ര ലിഫ്റ്റ് ചെയ്യണം എന്നുള്ളത് ആ തട്ടുന്ന പ്രൊജക്ഷന്റെ ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വരിക. The purpose of valve clearance. എന്തിനാണ് വാൽവ് ക്ലിയറൻസ് കൊടുക്കുന്നത്? ഓക്കെ, it allow the valve to expand, it allow the sliding of valve in the guide, it ensure that the valve closes fully, ensure that the crankshaft is free to rotate. അതായത് ഒരു ഫിഗർ വെച്ചിട്ട് പറയാം. ഇതാണ് നമ്മൾ പറയുന്ന മെക്കാനിസം. ഇതാണ് ക്യാം ഷാഫ്റ്റ്. ഈ റെഡ് കളറിൽ ഞാൻ ക്യാമിനെ കാണിച്ചിട്ടുണ്ട്. അതിന്റെ മുകളിൽ ഒരു ടാപ്പറ്റ് ഉണ്ട്. അപ്പൊ ഈ ക്യാം വന്ന് തട്ടുമ്പോൾ ടാപ്പറ്റ് പൊങ്ങും. പുഷ് റോഡ്, ഈ പച്ച കളറിൽ ഞാൻ കാണിച്ചിരിക്കുന്നത് പുഷ് റോഡ് മുകളിലേക്ക് പൊങ്ങും. ഈ റോക്കർ ആം എന്ന് പറയുന്ന ആള്, ഈ ബ്രൗൺ കളറിൽ കാണിച്ചിരിക്കുന്ന ആള്, റോക്കർ ആം എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്യും? ഇങ്ങനെ ഒരു സീസോ പോലെ ഇയാൾ ഇങ്ങനെ താഴേക്ക് ആവും അല്ലെ, ഒരു സീസോ ആക്ഷൻ വരും. അപ്പൊ അങ്ങനെ താഴേക്ക് ആവുന്നതിന്റെ ഭാഗമായിട്ട് ഈ വാൽവ് എന്ത് ചെയ്യും? ഈ വാൽവ് താഴേക്ക് ഇറങ്ങും. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു സിലിണ്ടർ ഉണ്ടെന്ന് വിചാരിക്കാം. ഇവിടെ ഒരു സിലിണ്ടർ ഇങ്ങനെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ മറ്റൊരു വാൽവ് ഉണ്ട് കേട്ടോ. ഇതിപ്പോ ഇൻലെറ്റ് വാൽവ് ആണെന്ന് വിചാരിക്കുക, ഇത് എക്സോസ്റ്റ് വാൽവ് ആണെന്ന് വിചാരിച്ചോ. ഇവിടെ വരുന്ന എക്സോസ്റ്റ് വാൽവ്. അപ്പൊ നമ്മൾ ഇൻലെറ്റ് വാൽവിനെ കുറിച്ചാണ് നമ്മൾ നോക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഈ ക്യാം ഒന്ന് തട്ടിയപ്പോൾ ടാപ്പറ്റ് പൊങ്ങി, പുഷ് റോഡ് പൊങ്ങി, ഈ എന്താണ് റോക്കറാം വന്നിട്ട് താഴേക്ക് തട്ടി, ഈ വാൽവ് സ്റ്റെമ്മിന്റെ ടിപ്പ് ഇവിടെ ഉണ്ട്, അത് വന്ന് തട്ടുമ്പോൾ എന്ത് ചെയ്യും? വാൽവ് താഴേക്ക് ഇറങ്ങും, വാൽവ് ഓപ്പൺ ആവും. കാരണം അപ്പോഴാണ് ഇവിടെ ഓപ്പൺ ആവുന്നത്. അതുവരെ ഇവിടെ തട്ടി നിൽക്കുക, ഓപ്പണിംഗ് ഇല്ല അല്ലെ. അങ്ങനെ ഓപ്പൺ ആയി കഴിയുമ്പോൾ ആൾക്കാരൊക്കെ എന്ത് ചെയ്യും? സക്ഷന്റെ സമയത്തുള്ള ആൾക്കാരൊക്കെ അകത്തേക്ക് കയറും. ഈ റോക്കർ ആമിന്റെ ടിപ്പും ഈ വാൽവ് സ്റ്റെമ്മിന്റെ ടിപ്പും തമ്മിൽ വളരെ ചെറിയ ഒരു ക്ലിയറൻസ് ഉണ്ടാവും. ഈ റോക്കർ ആമിന്റെ ടിപ്പില് വാൽവ് സ്റ്റെമ്മിന്റെ ടിപ്പില് റോക്കർ ആം സ്ഥിരമായിട്ട് എന്ത് ചെയ്യുന്നില്ല? ടച്ച് ചെയ്തിരിക്കുന്നില്ല. ഒരു മെക്കാനിക്കൽ ടാപ്പറ്റിന്റെ കേസിൽ എപ്പോഴും എന്താണ്? ഇവര് കോണ്ടാക്റ്റിലല്ല. ഇയാളിപ്പോ ഫുള്ളി ക്ലോസ്ഡ് ആയിട്ടിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഈ റോക്കർ ആമിന്റെയും സ്റ്റെമ്മിന്റെ ടിപ്പിന്റെയും ഇടയിൽ വളരെ ചെറിയൊരു ഗ്യാപ്പ് എനിക്ക് അവിടെ മെഷർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ആ ഗ്യാപ്പ് എന്തിനാണ് കൊടുക്കുന്നത്? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദാറ്റ് വാൽവ് ക്ലിയറൻസ്, അല്ലെങ്കിൽ വാൽവ് ക്ലിയറൻസ് അല്ലെങ്കിൽ വാൽവ് ലാഷ് എന്നൊക്കെ പറയും.
വാൽവ് ലാഷ് എന്നൊക്കെയാണ് നമ്മൾ പറയും. എന്തിനാണ് കൊടുക്കുന്നത്? ശ്രദ്ധിക്കുക, അലോ ദ വാൽവ് ടു എക്സ്പാൻഡ്, വാൽവ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയാണ്. അഥവാ ഈ ഒരു എഞ്ചിൻ പ്രവർത്തിക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന കമ്പസ്റ്റന്റെ ഒക്കെ ഭാഗമായിട്ട് വേണമെങ്കിൽ ഈ വാൽവിന് ഒരു എക്സ്പാൻഷൻ ടെൻഡൻസി വരാം, അല്ലെ? അപ്പൊ അങ്ങനെ എക്സ്പാൻഡ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ ആ എക്സ്പാൻഡ് ചെയ്യാനുള്ളൊരു അനുവാദം അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻ ആണ് ഈ ക്ലിയറൻസ്, അല്ലെ? ഒരു പരിധിവരെ ശരിയാണ്, ഒരു പരിധിവരെ എന്നുള്ള സംഭവം ശരിയാണ്. ഓപ്ഷൻ ബി നോക്കിയേ, അലോ ദ സ്ലൈഡിംഗ് ഓഫ് വാൽവിൻ ഗൈഡ്, ഗൈഡിൽ കിടന്ന് സ്ലൈഡ് ചെയ്യാൻ വേണ്ടിയാണ്. വാൽവിന് ഇവിടെ ഒരു ഗൈഡ് ഉണ്ട്, ആ ഗൈഡിൽ കിടന്ന് സ്ലൈഡ് ചെയ്യണമെങ്കിൽ ഈ ക്ലിയറൻസിന്റെ ആവശ്യമുണ്ടോ? ഇല്ല, അത് ഞാൻ വെട്ടി. എൻഷുർ ദാറ്റ് ദ വാൽവ് ക്ലോസസ് ഫുള്ളി, ഈ വാൽവ് ആവശ്യമുള്ള സമയത്ത് കംപ്ലീറ്റ് ക്ലോസ് ആയിരിക്കാൻ വേണ്ടി സഹായിക്കുന്നു. അത് നമുക്കൊന്ന് നോക്കാം. അതായത് ഇപ്പൊ ഇവിടെ ക്ലിയറൻസ് ഇല്ലാന്ന് വിചാരിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ ഈ എഞ്ചിന്റെ ഹീറ്റിങ്ങിന്റെ എഫക്റ്റ് കാരണം ഈ വാൽവ് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുകയാണ്. ആ ടെൻഡൻസി കാണിക്കുമ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അയാൾ താഴേക്ക് എക്സ്പാൻഡ് ചെയ്യും. അങ്ങനെ താഴേക്ക് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ഗ്യാപ്പ് വരും, അല്ലെ? ഇവിടെ ഒരു ഓപ്പണിംഗ് വരും. എന്ത് ചെയ്യും? ഇതിന്റെ അകത്തുള്ള ആൾക്കാരൊക്കെ ലീക്ക് ചെയ്ത് സിലിണ്ടറിന്റെ പുറത്തേക്ക് വരും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഫുള്ളി ക്ലോസ്ഡ് ആയിട്ട് ഇരിക്കണമെങ്കിൽ വാൽവ് എക്സ്പാൻഡ് ചെയ്യുന്ന സാഹചര്യത്തിൽ ആ എക്സ്പാൻഷന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ക്ലിയറൻസ് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ വാൽവ് ഓപ്പൺ ആയി പോകും. കുറച്ച് കംപ്ലീറ്റ് ഓപ്പൺ ആവുന്നില്ല, കുറച്ച് ഓപ്പൺ ആയിട്ട് പോകും. അപ്പൊ കംപ്രഷൻ അല്ലെങ്കിൽ പവർ സ്ട്രോക്കിന്റെ ഒക്കെ സമയത്താണ് ഈ പറയുന്ന ഓപ്പണിംഗ് നടക്കുന്നതെങ്കിൽ പവർ ലോസ് വരും, ശരിയല്ലേ? എഞ്ചിൻ സിലിണ്ടറിൽ നിന്ന് പവർ ലോസ് പുറത്തേക്ക് പോകും. അപ്പോൾ ഈ പറയുന്ന എൻഷുർ ദാറ്റ് ദ വാൽവ് ക്ലോസസ് ഫുള്ളി, വാൽവ് കംപ്ലീറ്റ് ക്ലോസ് ആയിരിക്കേണ്ട സാഹചര്യത്തിൽ ക്ലോസ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത് ഉറപ്പാക്കുക എന്നുള്ളതും ഒരു ശരിയായ ഉത്തരവാണ്, അല്ലെ? അപ്പൊ എയും ശരിയാണെന്ന് നമുക്ക് മനസ്സിലായി, സിയും ശരിയാണെന്ന് നമുക്ക് മനസ്സിലായി. ഡി നോക്കിയേ, എൻഷുർ ദാറ്റ് ദ ക്രാങ്ക് ഷാഫ്റ്റ് ഈസ് ഫ്രീ ടു റൊട്ടേറ്റ്, ക്രാങ്ക് ഷാഫ്റ്റ് ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ക്ലിയറൻസ് കൊടുക്കാന്ന്. അല്ല, യാതൊരു ബന്ധവും അതായിട്ട് വരുന്നില്ല. അപ്പൊ നിങ്ങൾ നോക്കിയേ, എ ആണോ സി ആണോ ഇനി ഏറ്റവും നല്ല ആൻസർ എന്നാണ് നമുക്ക് ഇന്ന് കണ്ടെത്തുന്നത്. ശരി, മനസ്സിലാക്കാം കേട്ടോ. ഓപ്ഷൻ സി ആണ് നമ്മളുടെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ. കാരണം എക്സ്പാൻഡ് ചെയ്യാനായിട്ട് നമ്മൾ എന്തിനാണ് അങ്ങനെ ഒരു സാഹചര്യം കൊടുക്കുന്നത്? എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിനാണ് അങ്ങനെ ഒരു സാഹചര്യം കൊടുക്കുന്നത്? നമ്മുടെ അൾട്ടിമേറ്റ് ഉദ്ദേശം വാൽവ് കംപ്ലീറ്റ് ക്ലോസ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ താഴേക്ക് വാൽവിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ വാൽവ് താഴേക്ക് എക്സ്പാൻഡ് ചെയ്യാനും കുഴപ്പമില്ലല്ലോ, വാൽവ് പൊട്ടിപ്പോണില്ലല്ലോ, അല്ലെ? പക്ഷെ വാൽവ് ഫുള്ളി ക്ലോസ്ഡ് കണ്ടീഷൻ ഇരിക്കണമെങ്കിൽ ക്ലിയറൻസ് ഇട്ടാലേ പറ്റുള്ളൂ. എന്നാലാണ് ആ ക്ലിയറൻസിൽ വാൽവിന്റെ എക്സ്പാൻഷനെ ഒക്കെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഓപ്ഷൻ സി ആണ് നമ്മളുടെ ഏറ്റവും നല്ല ആൻസർ. ഓപ്ഷൻ സി. ക്ലാസ്സിൽ നമ്മൾ ഇതൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. ഓക്കെ, നോക്കാം. The distance between axis of the piston pin and top of the piston crown is called. ഇതാണ്ട ഉത്തരം ശ്രദ്ധിക്കേണ്ട, നിങ്ങൾ ഇത് നോക്കുക. അതായത് ഇതാണ് പിസ്റ്റൺ പിൻ, ഇതാണ് ടോപ്പ് ഓഫ് ദ പിസ്റ്റൺ എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഈ പിസ്റ്റന്റെ ടോപ്പിൽ നിന്നും ഈ പിസ്റ്റൺ പിൻ ആക്സിസിലേക്ക് ഒരു ദൂരമുണ്ട്, അല്ലെ? അതിനെ വിളിക്കുന്ന പേരെന്താണെന്നാണ്. ത്രോ ഹൈറ്റ്, കംപ്രഷൻ ഹൈറ്റ്, ഹൈറ്റ് ഓഫ് പിസ്റ്റൺ, റിംഗ് ലാൻഡ് ഹൈറ്റ്. ഓർത്ത് വെക്കാട്ടോ, ഒരു എക്സാമിന് ചോദിച്ചതാണ്. അതിന്റെ പേരാണ് കംപ്രഷൻ ഹൈറ്റ്. ഓപ്ഷൻ ബി കംപ്രഷൻ ഹൈറ്റ്. എന്താണ് കംപ്രഷൻ ഹൈറ്റ് എന്ന് പറഞ്ഞാല് the distance between axis of the piston pin, ഇതാണ് പിസ്റ്റൺ പിന്നിന്റെ ആക്സിസ്, ആൻഡ് ദ ടോപ്പ് ഓഫ് ദ പിസ്റ്റൺ ക്രൗൺ, ഇതാണ് പിസ്റ്റൺ ക്രൗണിന്റെ ടോപ്പ്. അത് തമ്മിലുള്ള വ്യത്യാസം നമ്മൾ എന്ത് പറയുന്നത്? കംപ്രഷൻ ഹൈറ്റ് എന്ന് നമ്മൾ പറയാം. കംപ്രഷൻ ഹൈറ്റ്. ഓക്കെ, അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് മാത്രമൊന്നുമല്ല, ഒരുപാട് ക്വസ്റ്റ്യൻസ് എഞ്ചിൻ കൺസ്ട്രക്ഷനായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് തന്നെയാണ്. എവിടെ നിന്ന് വേണമെങ്കിലും ചോദ്യങ്ങൾ വരാം. വ്യക്തമായിട്ട് തന്നെ കാര്യങ്ങൾ പഠിച്ച് പോകേണ്ടതാണ്. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു ക്വസ്റ്റ്യൻ ഡിസ്കഷനോ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും നമുക്ക് തൽക്കാലം സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ ഒരു കോച്ചിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു എക്സാമിന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമ്മളോടൊപ്പം ചേർന്ന് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യും. ഓക്കെ, താങ്ക് യു.